ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ ഔട്ടാകുന്ന ദിവസം പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം ഇത്രത്തോളം വഷളാക്കിയത് ബിഗ് ബോസ് തന്നെയാണ്. ബിഗ് ബോസ് എല്ലാ കാര്യങ്ങളും PCR റൂമിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ബിഗ് ബോസിൻ്റെ PCR റൂമിൽ ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സും ബിഗ് ബോസിൻ്റെ ക്രിയേറ്റീവ്സ് ഡയറക്ടേഴ്സും ഏഷ്യാനെറ്റിൻ്റെ ഹെഡും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് രാജാവും റാണിയും ഒക്കെയുള്ള ഒരു ടാസ്ക്കാണ് ഇവർക്ക് കൊടുത്തിരുന്നത്. രാജാവിൻ്റെ കയ്യിൽ നിന്നും ഡയമണ്ട് മോഷ്ടിച്ചുകൊണ്ട് ബാത്റൂമിൽ കയറി വാതിലടിച്ചു റോബിൻ രാധാകൃഷ്ണൻ. ജാസ്മിൻ അപ്പോൾ റോബിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം എന്നൊരു വാശിയിലായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും ഇറക്കും, ഈ ഒരു എയർ ഫ്രഷ് സ്പ്രേ എടുത്തുകൊണ്ട് ഇത് മൊത്തം അടിച്ചിട്ടാണെങ്കിലും ഞാൻ അവനെ പുറത്തെടുക്കും, ഈ ഒരു സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അവന് ബാത്റൂമിനുള്ളിൽ ഒരുപാട് ടൈം ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വിമ്പിളക്കുന്നുണ്ടായിരുന്നു. അവൾ അത് പറയുന്നത് പോലെ തന്നെ ചെയ്യുകയും ചെയ്തു. റോബിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ല, അവന് അതിൽ നിന്ന് ഇറങ്ങി വരുന്നു പോലുമില്ല. അവന് അവിടുന്ന് ശ്വാസം മുട്ടുകയാണ്. ഞാനിപ്പോൾ ചാവാൻ പോകുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, നീ അവിടെ കിടന്ന് ചാവ്, നീ അവിടെ കിടന്ന് ചാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തത് എന്നൊക്കെ അവൾ വിളിച്ചു പറയുന്നുണ്ട്. ദിൽഷ എന്ന് പറഞ്ഞിട്ട് റോബിൻ അവിടെ അലറുന്നുണ്ട്. അപ്പോൾ റോബിൻ പറയുന്നുണ്ട്, ഇവിടെ വെന്റിലേറ്റർ ഇല്ല, നീ എത്രയും പെട്ടെന്ന് ബിഗ് ബോസിനെ ഇൻഫോം ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദിൽഷ ജാസ്മിനോട് ചൂടാവുന്നുണ്ട്, ഒരാൾ ചാവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ എത്ര മോശം പിടിച്ചൊരു കാര്യമല്ലേ എന്നൊക്കെ. അതൊന്നും ഒരു മോശമല്ല, അവൻ ചാവുകയാണെങ്കിൽ ചാവട്ടെ, അല്ലെങ്കിൽ അവന് പുറത്തിറങ്ങാമല്ലോ, അവന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാളെ പുറത്തിറക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഒരാൾ ചെയ്യുമോ എന്ന് ദിൽഷ ചോദിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ജാസ്മിൻ പറയുന്നത്, ഞാൻ ഇനിയും ചെയ്യും, ഞാൻ അവനെ അവിടെ കിടന്ന് ചാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന്. ഞാൻ പിന്നീട് ഒരുപാട് ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയും ഞാൻ അടിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അവിടെ കിടന്ന് അവന് ചാവുമല്ല. അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നേരം ഡോക്ടർ പറയുമല്ലോ എയർ ഫ്രഷ് അടിച്ചിട്ടാണോ അല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കാമല്ലോ എന്നൊക്കെ ജാസ്മിൻ അവിടെ കിടന്ന്, അല്ലെങ്കിൽ ബിഗ് ബോസ് പറയട്ടെ ഞാൻ അടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ദിൽഷ പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് നീ അടിക്കുന്നത്, നീ എൻ്റെ മുമ്പിൽ വെച്ചിട്ടല്ല അടിക്കുന്നത് എന്നൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കർക്ക് ഉണ്ടാവുന്നുണ്ട്. അവസാനം ദിൽഷ റോബിനോട് സാഹിക്കെട്ട് പറയാണ്, റോബിൻ നീ ആ ഒരു ഡയമണ്ട് നിൻ്റെ പ്രൈവറ്റായിട്ടുള്ള എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ച് പുറത്തേക്ക് കടക്ക്, നീ അവിടെ കിടന്ന് ഇങ്ങനെ ഷോ കാണിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവസാനം റോബിൻ പുറത്ത് കടക്കുകയാണ്. റോബിൻ വല്ലാത്തൊരു സമയത്താണ് പുറത്ത് കടക്കുന്നത്. ശ്വാസം മുട്ടുകയും ആ ഒരു വിമിഷ്ടത്തിൻ്റെയും ആ ഒരു ബുദ്ധിമുട്ടിൻ്റെയും ഇടയിൽ പുറത്ത് കടക്കുമ്പോൾ റിയാസ് ചെന്ന് ടച്ച് ചെയ്യുകയും റിയാസിനെ പിടിച്ച് തള്ളുകയും അതിൻ്റെ പേരിൽ മുഖത്തടിച്ചു എന്നാണ് റിയാസ് പറയുന്നത്. പക്ഷേ അങ്ങനെയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നിരുന്നാലും ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നു. പക്ഷെ അതിലും വലിയൊരു പ്രവൃത്തി തന്നെയാണ് ജാസ്മിൻ അവിടെ ചെയ്തത്. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരാളെ കൊല്ലാൻ തക്ക കാരണങ്ങളായിട്ടുള്ളൊരു എയർ ഫ്രഷ് സ്പ്രേ അടിക്കുക, ഹിറ്റ് സ്പ്രേ ഒക്കെ അടിക്കുക എന്ന് വെച്ചാൽ അത് വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു പ്രോബ്ലം തന്നെയാണ്. PCR റൂമിൽ നിന്നും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിയേറ്റീവ് ഡയറക്ടർ, ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സ്, അതേപോലെ ഏഷ്യാനെറ്റിൻ്റെ ഹെഡ്, ഇവരൊക്കെ ഇതൊക്കെ നോക്കി കാണുകയാണ്. ബാത്റൂമിനുള്ളിൽ ശ്വാസം കിട്ടാതെ റോബിൻ രാധാകൃഷ്ണൻ അലറി വിളിക്കുന്നതും ഹെൽപ്പിന് വേണ്ടിയിട്ട് ബിഗ് ബോസിനോട് സഹായം തേടുന്നതൊക്കെ ഇവരിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഇവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ബിഗ് ബോസ് ഹൗസിൻ്റെ നിയന്ത്രണങ്ങളും കൺട്രോൾസുകളും അടങ്ങിയിട്ടുള്ള സ്വിച്ചുകൾ ബിഗ് ബോസിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾസ് റൂമിലാണ് വെച്ചിട്ടുള്ളത്. ബാത്റൂമിൻ്റെ എക്സോസ്റ്റ് ഫാൻ ഇവർക്ക് ഓപ്പൺ ആക്കി കൊടുക്കാമായിരുന്നു. അങ്ങനെ അവർക്കത് ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സോ മറ്റ് മെമ്പേഴ്സോ അതിന് ശ്രമിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ബിഗ് ബോസിൻ്റെ റൂൾ വയലേറ്റ് ചെയ്തത് കൊണ്ടാണ്, ഫിസിക്കൽ അസോൾട്ട് ചെയ്തത് കൊണ്ടാണ് റോബിനെ പുറത്താക്കുന്നത്. എങ്കിൽ ജാസ്മിനെയും പുറത്താക്കണം. ജാസ്മിൻ ചെയ്തത് നല്ല പുണ്യകാര്യമൊന്നുമല്ല, ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അവൾ അതിൽ എടുത്തെടുത്ത് പറയുന്നുമുണ്ട്, ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് തന്നെയാണ്, ഞാൻ ഇനിയും ശ്രമിക്കും, നീ അവിടുന്ന് കിടന്ന് ചാവട്ടെ എന്നൊക്കെയുള്ള
വൃത്തികെട്ട വേർഡ്സുകൾ അവൾ അവിടെ പറയുന്നുണ്ട്. അവൾക്ക് ചെറിയൊരു വാണിംഗ് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം എത്ര ഫിസിക്കൽ അസോൾട്ട് നമ്മളുടെ ബിഗ് ബോസിൽ കഴിഞ്ഞു പോയി, അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇപ്പം ജിൻഡോയും അഭിഷേകും നടന്നത് വലിയൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. പക്ഷെ അത് അവർക്ക് തമ്മിൽ പ്രശ്നമില്ലായിരുന്നു, അതുകൊണ്ട് അത് സോൾവായി. ജാസ്മിനും റസ്മിനും തമ്മിലുണ്ടായ പ്രശ്നം അതും അങ്ങനെ സോൾവായി. പക്ഷെ അത്രത്തോളം ഒരു സോൾവ് ആക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ റിയാസ് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നിട്ടുണ്ട്. റിയാസിൻ്റെ ചീഞ്ഞ ഗെയിമും സംസാരവും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ബിഗ് ബോസിന് താല്പര്യമുള്ളവരെ ബിഗ് ബോസിന് എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ബിഗ് ബോസ് സംരക്ഷിക്കാൻ ശ്രമിക്കും. ഒരു ബിഗ് ബോസിന് ഒട്ടും താല്പര്യമില്ലാത്തവരെ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ ഉണ്ടാക്കി അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത് പുറത്താക്കുക തന്നെ അവർ ചെയ്യും.